വൺ ഡേ വ്യൂസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജാക്കി ഇഞ്ഞ് വാ, കൂട്ടി കയറരുതടാ. ഇവിടെ വാ, കൂട്ടി കയറണ്ട, വാ ഇവിടെ വരാൻ. ജാക്കി ഇഞ്ഞ് വാ. കൂട്ടി കയറുന്ന എന്തിനാന്ന് എനിക്കറിയാം, മുട്ട അടിച്ച് മാറ്റാനല്ലേ. അവിടെ മുട്ടയല്ല, ഞാൻ നോക്കിയായിരുന്നു. അവിടെ ഇരുന്ന മുട്ടയെ ഞാൻ എടുത്ത് മാറ്റി. കള്ളത്തരോ ചക്കി. പിന്നെ നമ്മളെ ജാനുകുട്ടിക്ക് പുതിയ ബെൽറ്റ് മേടിച്ചിട്ട് ഇനി പരീക്ഷണാർത്ഥം ഓരോരുത്തർക്ക് ഇട്ട് കൊടുക്കുകയാണേ. ജാനു ഒന്ന് വന്നേ, പുതിയ ബെൽറ്റൊക്കെ കാണിച്ചു കൊടുത്തേ. വേണ്ട, നീല ബെൽറ്റാ, സുന്ദരിയായില്ലേ? ജാനു ചാക്കി ജാനമ്മ എന്താണ്? അത് ആരാന്ന് മനസ്സിലായില്ല. അണ്ണനെ കണ്ടപ്പോഴേ പെട്ടെന്ന് അങ്ങ് ബാക്കിൽ പോയപ്പോഴത്തെ അണ്ണനെ കണ്ടാൽ മനസ്സിലായില്ല. അത് കുരകിത്. ജാനു എന്തുവാ? ജാനുകുട്ടി, ജാനു എന്താ കൂട്ടിന്ന് ഇറങ്ങാത്തേ? കൂട്ടിന്ന് ഇറങ്ങത്തേ ഇല്ല അവള്. മഴ പെയ്താൽ പിന്നെ ഒട്ടും ഇറങ്ങത്തില്ല, അല്ലെങ്കിൽ പിന്നെയും ഇറങ്ങും. ഏത് സമയം കൂട്ടി കയറി ഇരിക്കത്തുള്ളൂ. അവളുടെ ഒരു സീറ്റ് ഉണ്ട്, ആ സീറ്റിൽ അവൾ ഇരിക്കും. ഞാനും ഇതാ വിളിക്കുന്നു, ചെല്ലേ. ഞാനുമ്മ ഇപ്പൊ വിളിക്കുന്നു, ചെല്ലേ. പോകത്തില്ല, എവിടെ നിന്ന് നോക്കത്തേ ഉള്ളു. കൂട് വിട്ടു പോകുന്ന അവൾക്ക് ഇഷ്ടമല്ല. ഈ കാൽസെന്റ് വരുമോ? എത്ര വരുമോന്ന് അറിയത്തില്ല. ഈ കൂടെ ഇരിക്കുന്ന അത്രയും വസ്തു ഈ കൂടെ നിന്റെ പേര് എഴുതി തരാം. എന്താ പറയുന്നത്? നിനക്ക് സമ്മതമാണോ? ആണെന്ന് മൂളുന്നുണ്ട്. മൂളുയാ? സമ്മതമാണോ? അതാ ഈ പുള്ളിക്കാരിയെ കണ്ട. ഇവൾ ഇന്നലെ സന്ധ്യയ്ക്ക് അവിടുന്ന് തിട്ടേന്ന് അങ്ങ് താഴെ വന്ന് അവിടെ വല കെട്ടിയേക്കുന്നതിനകത്ത് പിന്നെ കാണിച്ചു തരാം. ഇവിടെ ഈ തിട്ടേന്ന് അവള് ഇവിടെ വന്ന് ഇന്നലെ പൂവന്മാരെ കണ്ട് ഓട്ടിച്ചപ്പോഴത്തേ അങ്ങ് താഴെ വന്ന് വീണു. താഴെ വന്ന് വീണില്ല എന്തായാലും. ഇവിടെ ഈ വല കെട്ടിയിരിക്കുന്നുണ്ട്. ആ വല കെട്ടിയിരിക്കുന്നതുകൊണ്ട് ആ വലയ്ക്കകത്ത് വന്ന് കിടന്ന് സന്ധ്യക്കായിരുന്നു. അപ്പം ഞാൻ താഴെ നിന്ന് പൊക്കി ഇങ്ങോട്ട് വിടാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഞാൻ എന്തോ ഇത് വീട്ടിന്റെ മേളിൽ കയറിയിട്ട് ടെറസിന്റെ മേളിൽ കയറി ഇതുവഴി ഇറങ്ങി ഇവിടെ ഈ സൈഡിൽ സ്ലാബിന്റെ ഇതുണ്ട, ഈ ഷെയ്ഡിന്റെ അടുത്ത് ഇവിടെ വന്നിട്ട് അവിടുന്ന് അവൾ ആ വലയെന്ന് പിടിച്ച് പൊക്കിയെടുത്തിട്ട് പിന്നെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പിന്നെ അവിടുന്ന് തിരിച്ചു ഇറങ്ങാൻ വയ്യാതായി പോയി. കാരണം ഇവിടെ ഇരുന്ന് ഷെയ്ഡിന് വീതി കുറവായണ്ടേ അവിടെ ഇരുന്നിട്ട് പിന്നെ എണീക്കുമ്പം തെറ്റി വീഴാനൊരു സാധ്യത ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു അരമണിക്കൂർ ഞാൻ അവിടെ പെട്ടുപോയി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എന്താ ഈ ഇതിന്റെ കമ്പ് അങ്ങോട്ട് കിടക്കുന്നത്. അപ്പോൾ അതിനകത്ത് പയ്യെ പിടിച്ച് പൊങ്ങി എണീറ്റ് വന്ന് പിന്നെ ഇതുവഴി ഞാൻ കയറി. പിന്നാണ് ഞാൻ ഇറങ്ങിയത്. ഈ പെണ്ണ് ഇന്നലെ എനിക്ക് പണി തന്നു. ഇവള് കാരണമാണ് ഇത്രയും സംഭവിച്ചത്. ആരാന്നറിയാം? ഈ കറുത്ത കറമ്പി പെണ്ണ്, ഈ പുള്ളിക്കറമ്പി. ആ കമ്പി പിടിച്ച് എണീക്കാൻ പറ്റിയോണ്ട് പറ്റി. അല്ലെങ്കിൽ പിന്നെ അണ്ണൻ വന്നെങ്കിൽ എനിക്ക് അവിടുന്ന് ഇറങ്ങാൻ പറ്റും. അതുവരെ ഞാൻ രാത്രി 8 മണി വരെ ഞാൻ അവിടെ ഇരിക്കേണ്ടി വന്നേനെ.
രണ്ട് ആമ്പിള്ളേർ 2-3 പേരെ വീതം വെച്ച് 2 പെമ്പിള്ളേരെ വെച്ച് കൊണ്ടു നടക്കുന്നുണ്ട്. മറ്റവനെ കൂട്ടിലാണ് കേട്ടോ, അല്ല മതിൽ ചാടി പോകുന്നവനെ കൂട്ടിലിട്ടേക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ബൈ.